Hello everyone. So welcome back to my YouTube channel and welcome to an evening of my day. സോ ഇത് ആക്ച്വലി എന്താണെന്നറിയോ, ഒട്ടും പ്ലാൻഡ് അല്ലാതെ എടുത്തൊരു വീഡിയോ ആണ്. ഞാൻ എടുക്കുന്ന ഒട്ടുമിക്ക വീഡിയോസും ഒട്ടും പ്ലാൻഡ് അല്ല. പക്ഷേ എന്നാലും ഇത് സംഭവം എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. ഇങ്ങനൊരു ഫെയർ ഇവിടെ നടക്കുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു ഇവൻറ്റ് ഉണ്ട് എന്നൊന്നും എനിക്ക് അറിയാതെ ഞാൻ ചുമ്മാ ജസ്റ്റ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പം ഫ്രണ്ട് ഓൾറെഡി പോകുന്നുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ 2-3 പേര് പോകുന്നുണ്ട്. അപ്പം എൻ്റെ അടുത്ത് വരുന്നുണ്ടോ എന്ന് വെറുതെ ചോദിച്ചപ്പോൾ ഞാൻ ആദ്യമൊക്കെ മടി കാണിച്ചു. കാരണം ഇവിടെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഇവൻറ്റ്സ് ഒന്നും വലുതായിട്ട് അങ്ങനെ വരാറുണ്ട്, പക്ഷെ എന്നാലും ഭയങ്കര റെയറാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെറിയ സംഭവമായിരിക്കും, അങ്ങനെ മടിച്ചിരുന്നു. പിന്നെ എനിക്ക് ഈ ഇവൻറ്റ് നടക്കുന്നതിൻ്റെ അടുത്ത ദിവസം, അതായത് പോകാൻ പ്ലാൻ ചെയ്തതിൻ്റെ അടുത്ത ദിവസം രാവിലെ ഷിഫ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വരാൻ ലേറ്റാവും. പിന്നെ അങ്ങനെ കുക്കിംഗ് ഇതൊക്കെ ഞാൻ ഇങ്ങനെ മടിച്ച് വേണ്ടാന്ന് വെച്ചെങ്കിലും പിന്നെ അവസാനം ഞാൻ വന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങി. വന്നു കഴിഞ്ഞ് ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ദൈവമേ, ഇത് മിസ് ചെയ്തിരുന്നെങ്കിൽ ഭയങ്കര മിസ്സിങ്ങായി പോയതിനേന്ന് തോന്നിയത്. എന്താണെന്നറിയോ, നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഫെസ്റ്റിവലൊക്കെ, ഉത്സവമൊക്കെ ഇല്ലേ, അമ്പലത്തിലെ ഉത്സവം, പള്ളിപ്പെരുന്നാൾ, ഇങ്ങനത്തെയൊക്കെ ഒരു പ്രതീതിയായിരുന്നു. ലിറ്ററലി അങ്ങോട്ടേക്ക് പോയപ്പോഴത്തേക്കും ഇവിടെ കുറേ ഫുഡ് സ്റ്റോൾസ്, ഇവിടെ പാർക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ഫോൾ ഫെയർ നടക്കുവാണ്. അപ്പം എൻ്റെ വേറൊരു ബാച്ച്മേറ്റ് പറഞ്ഞിരുന്നു, കൊച്ചു കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ, ചേച്ചിയുടെ മക്കളെയൊക്കെ സ്കൂളിൽ നിന്ന്, എൻ്റെ അടുത്ത് പറഞ്ഞ ചേച്ചിയുടെ മക്കളെ സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുപോയിരുന്നു, ഫെയറിന് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം എന്താ സംഭവം, സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അത്രയും വലിയൊരു സംഭവമായിരിക്കുമല്ലോ. അങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് വന്നപ്പോഴത്തേക്കും വേറെ തന്നെ ഒരു ലോകമായിരുന്നു. ലിറ്ററലി നമ്മുടെ നാട്ടിലെ ആ ഒരു ഫെസ്റ്റിവൽ മൂഡിലേക്ക് പോയതുപോലെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒരറ്റത്തു നിന്ന് അങ്ങ് നടക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഫ്രണ്ട്സ് എല്ലാവരും ജോയിൻ ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫുഡ് സ്റ്റോൾസ് ഉണ്ട്, സൈഡിലെല്ലാം ഫുഡ് സ്റ്റോൾസ് ഉണ്ട്. പിന്നെ നമുക്ക് അകത്തേക്ക് പോകുന്തോറും നമുക്ക് ഒരുപാട് ഫുഡ് സ്റ്റോൾസ് ഉണ്ട്. പിന്നെ ചെറിയ കടകൾ, ഗെയിംസ് ഉണ്ട്, പിന്നെ ഡ്രസ്സസിൻ്റെ കളക്ഷൻസ്. ലിറ്ററലി സെയിം നമ്മുടെ ആ ഒരു നാട്ടിലെ ആ ഒരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കുറേ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാം. അപ്പം ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയി കേട്ടോ. ഞാനപ്പം വിചാരിക്കുകയും ചെയ്തു വന്നത് നന്നായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഒരു 100 തവണ താങ്ക്സ് പറയുകയും ചെയ്തു, കൊണ്ടുവന്നതിന് താങ്ക്സ് എന്ന്. കാരണം അവൾ നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ആക്ച്വലി അറിയില്ലായിരുന്നു ഇങ്ങനൊരു ഇവൻ്റ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ മിസ് ചെയ്തേനെ. അപ്പോൾ ഇവിടെ ഇത് കണ്ടോ നിങ്ങൾ, ഇത്രയും ജനത്തിരക്കാണ് കേട്ടോ. ഇവിടെ നല്ല ക്രൗഡായിരുന്നു. ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത്രയും ക്രൗഡിനെ ഞാൻ ഒരുമിച്ച് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, കിങ്സ്റ്റണിൽ പൊതുവേ അങ്ങനെ ആൾക്കാർ ഒരുപാടൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള പോലെ മൊത്തത്തിലൊരു എൽഡർലി ആയിട്ടുള്ള കുറച്ച് പോപ്പുലേഷനുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇത്രയും തിരക്ക് കണ്ടപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ആൾക്കാരൊക്കെ ഈ സ്റ്റേഡിയം പോലെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ, തൊട്ടപ്പുറത്ത് ജസ്റ്റ് ഓപ്പോസിറ്റ് ബൈക്ക് ആൻഡ് കാർ റേസ് നടക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഗ്രൗണ്ടിൽ, ഈ ഒരു ഏരിയയിൽ ബൈക്ക് ആൻഡ് കാർ റേസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് അടുത്ത ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് ആൾക്കാരവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ വന്ന സമയത്ത് കയറിയപ്പം ഈ ഒരു ടൈമിൽ അവിടെ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് നടന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായിട്ടായിരുന്നു വന്നത്. ഒരു 6:30 എന്തോ ആയി, 6:45 6:30 ആ റേഞ്ചിൽ എന്തോ ആയി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നു. നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ജൈൻറ്റ് വീല് കാണാം. നമ്മളുടെ ചെറിയ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ റൈഡ്സ്, ഈ കാർണിവൽ ഒക്കെ ഇല്ലേ, സെയിം അതേ ഒരു ഫീലിംഗ് തന്നെയാണ്. ഇവിടെ ചെറിയ സ്റ്റോൾസ്, നമുക്ക് കുഞ്ഞു സാധനങ്ങളെല്ലാം കിട്ടും. ഇവിടെ എല്ലാം സൈഡിൽ സ്റ്റോൾസ് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഫുഡ് ട്രക്സ് അവൈലബിൾ ആണ്. സൗത്ത് ഇന്ത്യൻ ഫുഡൊന്നും തന്നെ ഇതിനകത്തില്ല കേട്ടോ. സൗത്ത് ഇന്ത്യൻ ഫുഡിൻ്റെ വേറൊരു സെപ്പറേറ്റ് പ്ലേസ് തന്നെയാണ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഇനി വീഡിയോയിൽ കാണാൻ പറ്റും. ഇത് നമ്മുടെ ഇവിടുത്തെ ഫുഡ് സ്റ്റോൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ ഫുഡ്, ഇവിടുത്തെ ഗെയിംസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഗെയിംസും ഫുഡും എല്ലാം നമ്മുടെ ഇവിടുത്തെ സ്റ്റൈല് പോലെ തന്നെയാണ്. അപ്പം കുട്ടികളെയും കൊണ്ട് വരുന്നവർക്ക് ഭയങ്കര ഒരു റിലാക്സിങ് ആയിരിക്കും കേട്ടോ. കാരണം പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾക്ക് ഇത് ഭയങ്കര ഒരു ചേഞ്ച് ആയിരിക്കും. കാരണം കിങ്സ്റ്റണിൽ ഇങ്ങനത്തെ ഇവൻറ്റ്സ് ഒന്നും അങ്ങനെ വരാറില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് വല്ലപ്പോഴും വീണ് കിട്ടുന്നൊരു ചാൻസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുമായിട്ട് ഇതുവരെ ഇത് വന്നിട്ടില്ലാത്തവർ ഇതിന് നാളെയും കൂടെ ചാൻസ് ഉള്ളൂ നിങ്ങൾക്ക്. അതായത് സെപ്റ്റംബർ 15 വരെ, സെപ്റ്റംബർ 15 സൺഡേ വരെയാണ് ഇവൻ്റ് ഉള്ളത്. അപ്പോൾ എല്ലാവരും വന്നിട്ടില്ലാത്തവർ മസ്റ്റായിട്ടും വന്നിട്ട് പോവുക, മിസ് ചെയ്യരുത്. എൻട്രി ഫീസും ഗെയിംസിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എൻട്രി ഫീസ് എന്ന് പറയുന്നത് ചെറിയ $10 അഡൽറ്റിന്, $5 എന്തോ ആണ് കിഡ്സിൻ്റെ എൻ്റെ $5 എൻ്റെ അതെ $5 ഞങ്ങൾക്ക് $10 ആയിരുന്നു പെർ ഹെഡ്. അങ്ങനെ അതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ സ്റ്റോൾസ് ഉണ്ട്, ചെറിയ ചെറിയ ഗെയിംസ് ഉണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചില റൈഡ്സിലൊക്കെ നമ്മൾ റൈഡൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ ലിറ്ററലി വീഗാലാൻഡിലേക്കൊക്കെ, നമ്മുടെ നാട്ടിലെ വീഗാലാൻഡിലേക്കൊക്കെ തിരിച്ചു പോയൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ഭയങ്കര നല്ല രസമായിരുന്നു കേട്ടോ, ഇങ്ങനെ കണ്ടുപോകാനായിട്ട് ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഇവിടെ നിർത്തിയത്, ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം നിന്നു. ഇവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞുണ്ടായിരുന്നു, ആൾ ഇതിൽ എവിടെയോ ഈ ഒരു റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം അവളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ട് മോൾ ഇറങ്ങി വരുന്നതും വെയിറ്റ് ചെയ്ത് ഞങ്ങളിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ അവളവിടെ ഉണ്ട് എന്നിങ്ങനെ കാണിച്ചത്, അവൾ പെട്ടെന്ന് ഇപ്പോഴാണ് ഞങ്ങളെ ശ്രദ്ധിച്ചത്. അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പതുക്കെ അങ്ങോട്ടും നടന്നു കേട്ടോ. കാരണം ഒത്തിരി ഉണ്ട്, ഇങ്ങനെ കുറേ നമുക്ക് നടക്കാനുണ്ട്, കുറച്ച് അത്യാവശ്യം റൈഡ്സ് ഉണ്ട്, ഭയങ്കര ഒരു ഫൺ സ്പേസാണ്. പിന്നെ കുറച്ച് അകത്തേക്ക് വരുമ്പോഴത്തേക്കും സൈഡിൽ നിങ്ങൾക്ക് അവിടെ ബോൾ വെച്ചിട്ട്, അതെന്താ സംഭവം എന്നറിയില്ല, എന്തോ ഒരു ഗെയിം അവിടെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ സൈഡുകളിലെല്ലാം ആ ഒരു ഏരിയയിൽ മൊത്തം ഗെയിംസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ എന്നെ ആകർഷിച്ചത് ആ ജയിൻറ്റ് വീലാണ്. കാരണം ജീവിതത്തിൽ ഞാൻ ഇതുവരെ ജയിൻറ്റ് വീലിൽ കയറിയിട്ടില്ല, പക്ഷേ എനിക്ക് പേടിയായിരുന്നു. അതിനകത്ത് കയറിയിരുന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവം എന്നുള്ളത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഞാൻ ഇന്നുവരെ കയറിയിട്ടില്ല. വീഗാലാൻഡിലൊക്കെ പോകുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ഹൈറ്റ് കാണുമ്പോൾ തന്നെ ഞാൻ കയറിയിട്ടില്ല, പേടിയായിരുന്നു. അപ്പം ഇതിൽ കയറണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഫൈനലി ഞാൻ അതിനകത്ത് കയറിയായിരുന്നു. ഒന്നുമില്ല കേട്ടോ, സംഭവം ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് നമുക്ക് കാനഡ മൊത്തം കറങ്ങി കാണാം, അത്രേ ഉള്ളൂ. നമ്മൾ ഏറ്റവും മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ചുമ്മാ ജസ്റ്റ് കറങ്ങുന്നു, അത്രേ ഉള്ളൂ. അതിനകത്ത് പേടിക്കാനായിട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പതുക്കെ നടന്ന് കുറച്ച് ദൂരം അങ്ങനെ അങ്ങ് പോയി കേട്ടോ. ഇവിടെ ഇവിടെ കാറ്, കുഞ്ഞു റൈഡ്സൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോഴത്തേക്കും ഫുഡ് സ്റ്റോൾസും സെയിം അത് തന്നെ. പിന്നെ അവിടെ മോൺസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു റൈഡ് കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇതുപോലെ തന്നെ, അതെന്താണ് സംഭവം നമ്മൾ അങ്ങോട്ടേക്ക് ആ സൈഡിലേക്ക് നമ്മൾ പോയിട്ടില്ല. നമ്മൾ ജസ്റ്റ് അഫോർഡബിളായിട്ട് പറ്റുന്ന, ഓൾറെഡി ടിക്കറ്റ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് കയ്യിലുള്ള ടിക്കറ്റ്സ് വെച്ചിട്ട് നമ്മൾ കയറാൻ പറ്റുന്ന അത്രയും റൈഡ്സാണ് കയറിയത്. ഞാൻ ആക്ച്വലി ഒരെണ്ണത്തിൽ മാത്രമേ കയറിയുള്ളൂ. ഈ ഫ്രണ്ടിൽ കാണുന്ന ബോട്ടിലുണ്ടല്ലോ, ആ ബോട്ട് റൈഡില്ലേ, അതിൽ എല്ലാവരും കിടന്ന് നിലവിളിക്കുന്ന കണ്ടപ്പോഴേ എൻ്റെ ബോധം പോയി. എനിക്ക് കയറണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ പോകുന്ന പോക്ക്, പണ്ട് ഞാൻ കയറിയിട്ടുണ്ട്, വീഗാലാൻഡിൽ പോയ സമയത്ത് ഞാൻ ബോട്ട് റൈഡിൽ കയറിയിട്ടുണ്ട്. അന്ന് എനിക്കെന്തോ ഒട്ടും പേടിയില്ല. കയറിയപ്പോൾ ഭയങ്കര പേടി തോന്നിയെങ്കിലും കയറുന്നവരെ കൂളായിട്ട് തന്നെയാണ് കയറിയത്. പക്ഷേ ഇപ്പോൾ എനിക്കെന്തോ കയറാൻ ആലോചിക്കുമ്പോൾ തന്നെ തലയിറങ്ങുമായിരുന്നു. കാരണം അത്രയും നിലവിളിയായിരുന്നു അതിനകത്തുനിന്ന്, അത് അത്രയും ഹൈറ്റിലും പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഈ സൈഡിലുള്ള ഡോൾസ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഡോൾസ് ഉണ്ടായിരുന്നു. കുറേ ഗെയിംസ് ഉണ്ട്, ടോയ്സ് ഉണ്ട്, ഇഷ്ടം പോലെ ടോയ്സ് ഉണ്ട്. പിന്നെ ഒരു ലൈക്ക് അഡൽട്സിനും കളിക്കാൻ ലൈക്ക് അഡൽട്സിനും യൂസ് ചെയ്യാൻ പറ്റും, എന്നാൽ കുട്ടികൾക്കും പറ്റും എന്നുള്ള രീതിയിൽ 2 രീതിയിലുള്ള റൈഡ്സും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വലിയവർക്കായാലും കയറാൻ പറ്റുന്ന റൈഡ്സിലൊക്കെ നമുക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്തോ മ്യൂസിക്കൽ റിലേറ്റഡ് എന്തോ ഒരു സംഭവമാണ്. മ്യൂസിക്കൽ നമ്മുടെ വീഗാലാൻഡിലും ഉണ്ടല്ലോ ഇങ്ങനത്തെ ഒരു സംഭവം, അതുപോലത്തെ എന്തോ ആണെന്ന് തോന്നുന്നു. ലൈക്ക് അങ്ങനെ റിലേറ്റ് ചെയ്ത എന്തോ ഒരു സംഭവമാണ്. എനിക്കിത് ഈ മൊത്തത്തിൽ ഈ ഓരോ റൈഡ് കാണുമ്പോഴും എനിക്ക് വീഗാലാൻഡ് മെമ്മറീസാണ് വരുന്നത്. ഞാൻ അതാണ് കൂടെ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കാരണം അങ്ങനത്തെ ഒരു സിമിലർ ഇത് തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ പറക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ബോധം പോയി. ഇതൊക്കെ കയറണമെന്നുണ്ട് കേട്ടോ, പക്ഷേ എവിടുന്നോ ഒരു ഉൾവിളി, ഒരു ഉൾഭയം, എന്താണെന്നറിയില്ല. മേ ബി കയറി കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നടന്ന് ഇടയ്ക്ക് 1-2 റൈഡ്സിൽ അവർ കയറി കേട്ടോ. കുഞ്ഞിന് കയറണമെന്നുണ്ടായിരുന്നു, അപ്പം കിഡ്സിനുള്ള റൈഡ്സിൽ, അങ്ങനെ കുഞ്ഞിന് റൈഡ്സിലൊക്കെ കയറണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2 റൈഡ്സിലൂടെ എന്തോ അവർ കയറി.
പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ റൈഡിനും കണ്ട് അതിൻ്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. ലൈക്ക് ഓരോന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് കയറണമെന്ന് തോന്നും, എന്നാൽ അതേസമയം പേടിയും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ തമാശകളും പിന്നെ ഓരോ റൈഡിൻ്റെ ഓരോരോ കാര്യങ്ങളും പിന്നെ നമ്മളുടെ പഴയ മെമ്മറീസും ഒക്കെ ഷെയർ ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ദാ ഒരു റൈഡിൽ കയറാൻ പോവാട്ടോ. എനിക്ക് കണ്ടിട്ട് വലിയ പേടി തോന്നിയില്ല, ജസ്റ്റ് കറങ്ങുന്ന സംഭവമാണ്. ഇതിലാണ് ഞാൻ ഇതുവരെ കയറിയിട്ടില്ല, പക്ഷെ സംഭവം സിമ്പിളാണെന്ന് പറഞ്ഞു. ജസ്റ്റ് കറങ്ങി നിന്നാൽ മതി. അപ്പോൾ കയറിയിട്ട് കാണാം കേട്ടോ. Yes, sir. Thank you. Is it 2, 1? 1? Hold on. You gotta wait for a couple more. അങ്ങനെ ഞങ്ങൾ എല്ലാ റൈഡ്സും കയറി കഴിഞ്ഞു, പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞങ്ങളിപ്പം ഒരു ഐസ്ക്രീം എല്ലാവർക്കും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നതാണ്, ഈ കടയിലേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ നല്ല തിരക്കാണ്. അപ്പോൾ ക്യൂ നിൽക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ വന്ന സമയത്ത് ഉണ്ടാകുന്നതിനേക്കാളും കയറി വന്നപ്പോഴത്തേക്കാളും നല്ല തിരക്കായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്യൂവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വന്നിട്ടുണ്ട്. നല്ലൊരു രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും ആ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ചുകൂടി ഒരു വൈബായി. നമുക്ക് കാണാനും നല്ല രസമാണ്. ഇപ്പം പകലിനേക്കാളും ഈ ലൈറ്റ്സൊക്കെ ഇട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നു. ഇതെന്താ സംഭവം എന്നറിയോ, അവിടെ ഒരു കിഡ് മിസ് ചെയ്യുന്നു. ഒരു കുട്ടീനെ കാണാണ്ടായപ്പോഴത്തേക്കും അത് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുഞ്ഞിനെ കണ്ടു കിട്ടാതെ നമ്മളെയും വിടില്ല എന്നുള്ള രീതിക്ക് അവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് കുഞ്ഞിനെ കിട്ടി. അതിന് ശേഷം ഞങ്ങൾ പുറത്ത് വന്നതിന് ശേഷം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്പൈസേജ് എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യൻ സ്നാക്സും ചെറിയ ലൈറ്റായിട്ടുള്ള ഡിന്നറും മസാല ദോശ അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടുന്നൊരു പുതിയ സ്പോട്ടാണ് കേട്ടോ കിങ്സ്റ്റണിൽ. ഇതൊരു ഫുഡ് ട്രക്കാണ്. അവർ പല ലൊക്കേഷൻസിലായിട്ട് ഫുഡ് ട്രക്ക് ഇടാറുണ്ട്. അപ്പോൾ ഇതിപ്പം ഈ ഇവൻറ്റ് നടക്കുന്ന അതേ സ്പോട്ടിൽ തന്നെയാണ്. ഇത് കലിഗൻ വാട്ടർ പാർക്ക്, അതാണ് ലൊക്കേഷൻ. ഇവൻറ്റ് നടക്കുന്നത് ഇവിടെ തന്നെയാണ്, ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. അപ്പോൾ ഇത് അവിടുത്തെ പാർക്കിംഗ് ലോട്ടിലാണ് ഈ ഫുഡ് ട്രക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല മുളക് ബജ്ജി, മുട്ട ബജ്ജി, മസാല ദോശ അങ്ങനത്തെ ഐറ്റംസൊക്കെ അവൈലബിൾ ആണ്. അപ്പം വന്നിട്ടില്ലാത്തവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും എൻജോയ് ചെയ്തെന്ന് കരുതുന്നു. ഈ സ്പോട്ടും ഫെയറും ഒന്നും ചെയ്തിട്ടില്ലാത്തവർ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യുക. ടാറ്റാ.